അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ. സ്നേഹനിധികളായ സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റുപാടും ധാരാളം സൃഷ്ടികളുണ്ട്, ജീവജാലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് സഹജീവികളോടുള്ള കടമകൾ പൂർത്തിയാക്കിക്കൊണ്ട് ജീവിക്കണം. സഹോദരങ്ങളെ, ഇന്ന് പല പ്രശ്നങ്ങളും പല പ്രകൃതി ദുരന്തങ്ങളും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ഉപയോഗങ്ങൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് അറിഞ്ഞിരിക്കണം. ഇന്ന് പലയിടങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ വാർത്താവിനിമയങ്ങളിലൂടെ കാണുകയും വായിക്കുകയും ചെയ്യുന്ന ഒരു ദുരന്തമാണ് ഗ്യാസ് ദുരന്തം. ഗ്യാസ് പൊട്ടി ദുരന്തം. നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും കണ്ടെയ്നറിൽ വലിയ വണ്ടികളിൽ ഗ്യാസ് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ അത് ലീക്കായി പൊട്ടിത്തെറിച്ച് ഒരുപാട് ആളുകൾ മരിക്കുകയും പലർക്ക് പൊള്ളലേൽക്കുകയും പലരും ഇപ്പോഴും ആശുപത്രികളിലായി, വീടുകളിലായി ചികിത്സയിൽ കഴിയുന്നവരുണ്ട്. 90% ഗ്യാസ് പൊട്ടിയിട്ടുണ്ടാകുന്ന അപകടങ്ങൾ അത് 99% രക്ഷപ്പെടാൻ ചാൻസ് വളരെ കുറവാണ്. ഏതുമാകട്ടെ, നമ്മുടെ വീടുകളിൽ പലപ്പോഴും പല വീടുകളിൽ അങ്ങനെ ഒരു ദുരന്തം ബാധിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മൾ പലരും അശ്രദ്ധയായിട്ട് ഗ്യാസിനെ കാണാറുണ്ട്. പക്ഷേ അത് ശ്രദ്ധയോടുകൂടി നമ്മളത് കൈകാര്യം ചെയ്യണം. നമ്മുടെ വീട്ടിൽ പ്രായമുള്ള ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, കൊച്ചുമക്കളുണ്ട്. അപ്പോൾ വലിയവരാകുന്ന മുതിർന്നവരാകുന്ന നമ്മൾ ഗ്യാസിൻ്റെ ഉപയോഗങ്ങൾ നന്നായിട്ടത് പഠിക്കണം. അത് അപകടമുണ്ടാക്കുന്ന രീതികളെക്കുറിച്ചും നമ്മൾ അതിനെക്കുറിച്ച് അറിയുന്നവരോടൊക്കെ ചോദിച്ച് അത് നന്നായിട്ട് നമ്മുടെ വീടിൻ്റെ ഉള്ളുകളിൽ അത് ഭദ്രമായി എന്ത് ചെയ്യണം, നമ്മൾ വെക്കണം. ഏറ്റവും നല്ലത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബിൽഡിങ്, ചെറിയൊരു കെട്ടിടം പോലെ, ഒരു റൂം പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ ആയിരിക്കണം ഈ ഗ്യാസ് വെക്കാൻ നല്ലത്. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ നിങ്ങളോട് പങ്കുവെച്ചെന്നേ ഉള്ളൂ. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ ഒരു സേഫ്റ്റി. അപ്പോൾ ഇങ്ങനെയുള്ള ദുരന്തങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ ധാരാളം ദുആകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിരവധി ഗ്രന്ഥങ്ങളിൽ ഈ ഒരു ദുആ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ മർമ്മപ്രധാനമായ നല്ലൊരു ദുആയാണ്. അപകട മരണങ്ങളിൽ നിന്ന്, അതേപോലെ തീപിടുത്തത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഈ അടുത്ത സമയത്തൊക്കെ ചില ഫ്ലാറ്റുകളിൽ വൻ ദുരന്തമുണ്ടായി, തീപിടുത്തമുണ്ടായി. ഫയർഫോഴ്സ് വന്നിട്ട് പോലും അവർക്ക് പലരെയും രക്ഷപ്പെടുത്താൻ കഴിയാതെ ആ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ വെന്തു മരിച്ച എത്രയോ ശവശരീരങ്ങളെയാണ്
കൊണ്ടുപോയി അടക്കം ചെയ്തത്. ഷോർട്ട് സർക്യൂട്ട് പോലെയുള്ള ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മഹാന്മാരായ സൂഫിയാക്കളാകുന്ന പണ്ഡിതന്മാർ നമുക്കൊരു ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണ് ആ ദുആ? വളരെ അത്ഭുതകരമായ ദുആയാണ്. നമ്മളൊക്കെ കാണാതെ പഠിക്കണം. കാണാതെ പഠിക്കാൻ കഴിയുന്നവരൊക്കെ വീട്ടിൽ അതിരാവിലെ പാചകത്തിന് വേണ്ടിയിട്ട് അടുപ്പിൽ പാചകം ചെയ്യുന്നവരാകട്ടെ, ഗ്യാസിൽ പാചകം ചെയ്യുന്നവരാകട്ടെ, ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ദുആ ചൊല്ലണം. ഒരു പ്രാവശ്യം ചൊല്ലിയാൽ മതി. ധാരാളം പ്രതിഫലമാണ്. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഒരു ഇസ്മത്ത്, ഒരു കാവൽ, ഒരു സംരക്ഷണം നമുക്കുണ്ടാകും. ആ ദുആ വളരെ പ്രധാനമുള്ള ദുആയാണ്. സഹോദരങ്ങളെ, എന്താണ് ആ ദുആ? അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ലാ അന്ത അലൈക തവക്കൽതു വ അന്ത റബ്ബുൽ അർശിൽ അദീം മാഷാ അല്ലാഹു കാൻ വ മാ ലം യശഅ ലം യകുൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം അഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വ അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി നഫ്സി വമിൻ ശർരി കുല്ലി ദാബ്ബ അന്ത ആഖിദു ബിനാസിയതിഹാ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം എന്ന ദുആ. ആ ദുആ നമ്മൾ കാണാതെ പഠിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ വീട്ടിൽ കൊച്ചുമക്കൾ ഉള്ളതല്ലേ, അവർ ചിലപ്പോൾ അറിയാതെ പോയി ആ ഗ്യാസ് ഒന്ന് തുറന്നു വെച്ചാലോ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പൈപ്പെങ്ങാണം അവർ കത്തി കൊണ്ടെങ്ങാണം മുറിച്ചാലോ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ഗ്യാസ് വല്ലാത്ത ദുരന്തമാണ് ഗ്യാസ്. എന്നാൽ ഇന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഗ്യാസ്. ഗ്യാസ് സിലിണ്ടർ നമുക്കിന്ന് ഒഴിവാക്കാൻ പറ്റുകയില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറി. ഇപ്പം നമ്മുടെ വീടുകളൊക്കെ വിറകടുപ്പൊക്കെ അന്യായമായി പോയി. അതുകൊണ്ട് ഈ ഒരു ദുആ നമ്മൾ ചൊല്ലുക. അതേപോലെ വൈകുന്നേരം കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ദുആ നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകം ചൊല്ലി നമ്മുടെ ശരീരത്തൊക്കെ ഒന്ന് കൈയുടെ വെള്ളയിലേക്ക് ഊതിയിട്ട് ഒന്ന് തടവണം. അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവിധമായ ദുരന്തങ്ങളിൽ നിന്നും വിപത്തുകളിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബാദികളെയും നമ്മുടെ അയൽവാസികളെയും നമ്മുടെ നാട്ടുകാരെയും നമ്മുടെ വീട്ടുകാരെയുമൊക്കെ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു പൂർണ്ണമായും എല്ലാവിധമായ കാവലും സംരക്ഷണവും സലാമത്തും റഹ്മത്തും റാഹത്തുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.